പലപ്പോഴും നമ്മൾ ഓരോരുത്തരും പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ആഗ്രഹിച്ച പോലും ഒന്നും എനിക്ക് ജീവിക്കാൻ സാധിച്ചിട്ടില്ല എന്ന്. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോഴല്ല ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുക. നമ്മൾ അസാധാരണമായിട്ടൊരു തീരുമാനം എടുക്കുമ്പോഴാണ്. അസാധാരണം എന്ന് ഞാൻ യൂസ് ചെയ്യാൻ കാരണം സാധാരണ നമ്മളെല്ലാവരും ഓരോ തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങൾക്ക് പിന്നിൽ പല ബന്ധങ്ങളുടെയും അല്ലെങ്കിൽ പല കാരണങ്ങളുടെയും ഒരു കെട്ടുപാടുകൾ ഉണ്ടാവുമല്ലേ. ഇപ്പൊ ജീവിതത്തിൽ ഞാനൊക്കെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത്, ഈ രീതിയിലാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ പാരൻസ് അല്ലേ. അത് നമുക്ക് ചില സമയങ്ങളിൽ നമ്മളുടെ പല ആഗ്രഹങ്ങളിലേക്കും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്ക് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിനെ എന്താ പറയുക, ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുക എന്നല്ല. എല്ലാ മനുഷ്യനും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമുക്ക് നമ്മുടെ സൊസൈറ്റിയോട് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ കൾച്ചറോടൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബന്ധിതരാണ്. അതല്ല അതിനും അപ്പുറത്ത് ചില വ്യക്തികളെയൊക്കെ വിചാരിച്ച് അവരെന്ത് ചിന്തിക്കും ഇവരെന്ത് ചിന്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും വളർത്തിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ വളർന്ന സാഹചര്യങ്ങൾ അങ്ങനെയായിരിക്കാം. പക്ഷേ അത് നമ്മൾ ഒരുപാട് കെട്ടുപാടുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ കുറച്ച് തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അസാധാരണമായ കുറച്ച് തീരുമാനങ്ങൾ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിട്ടുള്ള 5 തീരുമാനങ്ങൾ, അതുപോലെ എൻ്റെ ക്ലാസ്സുകളിൽ സെക്ഷനിൽ എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന 5 ഒരു തീരുമാനമാണ്. ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം, ഈ ഒരു ജീവിതം എന്നെ വല്ലാതെ ബോറടിപ്പിക്കുന്നു, ഡിപ്രസ്ഡ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു 5 തീരുമാനം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ചേഞ്ച്, എൻ്റയർലി ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു തുടങ്ങും. ഒരു പുതിയ ലൈഫ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന 5 തീരുമാനങ്ങളാണ് ഇതിൽ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മുഴുവനായിട്ട് കേൾക്കാം കേട്ടോ. ആദ്യത്തെ ഒരു തീരുമാനം, എല്ലാ ചോദ്യങ്ങൾക്കും ഉടനെ തന്നെ ഉത്തരം കണ്ടെത്തണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടല്ലോ, എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടല്ലോ, അത് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ഉടനെ ഉത്തരം കണ്ടെത്തേണ്ട ആവശ്യമില്ല അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എൻ്റെ ലൈഫിൻ്റെ മുമ്പിൽ, ഏതൊരു പെൺകുട്ടിയുടെ ലൈഫിൻ്റെ മുമ്പിൽ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു കുട്ടിയുടെ മുമ്പിൽ 2 ചോയ്സ് ആണ്. 90s കിഡ്സ് ഒക്കെ ആകുമ്പോൾ അവരുടെ 2 ചോയ്സ് ആണ്, ഒന്ന് കരിയർ ഒന്ന് ഫാമിലി എന്നുള്ളത്. കാരണം ഇപ്പോഴാണ് കുഞ്ഞുങ്ങളുടെ മാരീഡ് ലൈഫ് എന്നൊക്കെ പറയുന്നത് ഒരു 25 എബോയിലേക്ക് പോയിട്ടുള്ളത്. നമ്മളൊക്കെ ഒരു 20 to 25 ഇടയിൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ 23 years ഒക്കെ ഞാൻ കല്യാണം കഴിച്ചത്. ആ സമയത്ത് തന്നെ വലിയ ചോദ്യങ്ങളാണ് വൈ എന്നുള്ളത്. ഞാനൊരു ഡിപ്ലോമ ചെയ്തിട്ട്, പോളിടെക്നിക് ഡിപ്ലോമ ചെയ്ത് എനിക്ക് ഗ്രാജുവേഷൻ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ അത് ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ട് എനിക്ക് 23 years ആയിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഒരു വലിയ വയസ്സായിട്ടാണ് നമ്മുടെ അവിടെയുള്ള ആൾക്കാരും ഫാമിലിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊരു വലിയ വയസ്സല്ല ഇന്നത്തെ കാലത്ത് അല്ലേ. അപ്പം എൻ്റെ മുമ്പിൽ ഇപ്പം ഒരു ഫാമിലി ലൈഫ്, എൻ്റെ കരിയർ എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ 2 ചോദ്യമാണ് എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്, ഫാമിലി ലൈഫ്, കരിയർ എന്നുള്ളത്. ഞാൻ ചൂസ് ചെയ്തത് ഫാമിലി ലൈഫാണ്. കാരണം എനിക്ക് ഫാമിലി ലൈഫ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിൽ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിന് ഞാൻ ഫോക്കസ് ചെയ്ത സമയത്ത്, അന്ന് നമ്മളിപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചു, കല്യാണം, കരിയർ, അങ്ങനെ ഞാൻ അന്നേ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചതും എൻ്റെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തു പോയ കാര്യം, ഞാൻ ഹസ്ബൻഡ് ആണെങ്കിലും എഗ്രി ചെയ്തൊരു കാര്യമാണ്, എൻ്റെ ലൈഫിൽ എൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണ്. ഒരു വയസ്സെത്തുമ്പോഴേക്കും എനിക്ക് കുട്ടികളാകണമെന്നും ആ കുട്ടികളിലെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ശ്രദ്ധ കൊടുക്കണമെന്നും അവരിൽ അവരുടെ ബിഹേവിയറിലാണെങ്കിലും അവരുടെ പേഴ്സണാലിറ്റിയിലാണെങ്കിലും അവരുടെ അക്കാഡമിക്കിലാണെങ്കിലും എല്ലാം എൻ്റെ ഒരു ശ്രദ്ധ അവരിൽ വേണമെന്നും ആഗ്രഹിച്ച ഒരു പാരൻ്റാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു 10 years ഞാൻ അവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. 10 years കൊടുക്കുമ്പോഴും ഇപ്പോൾ 10 years കംപ്ലീറ്റ് ആയത്. പക്ഷേ ഞാൻ എൻ്റെ മോൾക്ക്, മൂത്ത മോൾ അല്ലെങ്കിൽ രണ്ടാമത്തെ മോള് ഞാൻ ക്യാരി ആയ സമയം തൊട്ട് ഞാൻ എൻ്റെ പഠന കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ബട്ട് എൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ എന്താണെന്നും അത് കണ്ടെത്താനും അതിൽ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു 3 to 4 years ആയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ കൗൺസിലർ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഓരോ കോഴ്സും ഡിപ്ലോമാസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളൊരു കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു കാര്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കുക. അപ്പോൾ എപ്പോഴും വന്നിട്ടുള്ള ചോദ്യം, ഫാമിലി ലൈഫ് ചൂസ് ചെയ്യാത്തത് എന്താ, പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്നായിരുന്നു. കല്യാണം കഴിച്ചപ്പോൾ പിന്നെ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ എവിടെയും ആൻസർ ചെയ്യാൻ പോയിട്ടില്ല. പലപ്പോഴും അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത്. കാരണം ഹൗസ് വൈഫ് എന്ന് പറയുന്നത് ഒരു ചെറിയ ജോലിയല്ല, അതൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹം അത് അംഗീകരിക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും ഒരു ജോബ്, ഒരു ജോലി, നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് കരിയർ ഒന്നുമില്ലാത്തത്. ഞാൻ അതിന് ആൻസർ പറയാൻ പോയിട്ടില്ല കേട്ടോ. ഞാൻ ആ ചോദ്യത്തിന് ഒരു തീരുമാനം, അല്ലെങ്കിൽ ഹറിബറി പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഈ കൊടുത്ത സ്പേസ് ഉണ്ടാവില്ലായിരുന്നു.
ഞാനത് പതിയെ വിട്ടു. ഞാൻ ഓരോ കാര്യങ്ങളും പതിയെ പതിയെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പോഴും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ലോ ആവണേന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ പഠിക്കുന്നിടത്തുള്ള ആൾക്കാരായിക്കോട്ടെ, ഞാൻ ആരുമായിട്ടാണോ കോപ്പറേറ്റ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അവരോട് ചോദിക്കുന്നത് എന്താ സ്ലോ? എൻ്റെ സ്ലോ എന്ന് പറയുന്നത് എൻ്റെ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ആൻസേഴ്സ് എനിക്ക് തുറന്ന് ഒച്ചത്തിൽ പെട്ടെന്ന് മറ്റുള്ളവരുടെ ചോദ്യത്തിന് പകരം എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാനൊരു ടൈം എല്ലാത്തിനും ഫിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എൻ്റെ ലൈഫിൽ എൻ്റെ കിഡ്സ് ആണ്. അവർക്കൊരു സ്പേസ് എപ്പോഴും വെച്ചുകൊണ്ടായിരിക്കും എൻ്റെ ലൈഫിൽ. ഇനി എത്ര ലക്ഷങ്ങൾ തരാമെന്ന് എവിടെ ജോലിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാലും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ കുട്ടികളാണ്. അതിനെ വെച്ചുകൊണ്ട് എൻ്റെ കരിയറിനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം എൻ്റെ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം പറയേണ്ട ആവശ്യമില്ല എന്നും എൻ്റെ കാര്യം എന്താണ് എന്നുള്ളത് ഞാൻ തീരുമാനിക്കുക. അതിന് മറ്റുള്ളവരെ പലരും ഉണ്ട്. മറ്റുള്ളവരെ ചോദ്യങ്ങൾ വേണ്ടി കല്യാണം കഴിക്കുന്നവർ, മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി ജോലിക്ക് പോകുന്ന ആൾക്കാർ. നിങ്ങളുടെ എന്താണോ അത് നിങ്ങൾ ചെയ്യുക. എല്ലാവരും എന്നെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ലെന്ന് ഉള്ള കാര്യം ഞാൻ തീരുമാനിച്ചു കേട്ടോ. എനിക്ക് എന്നെ കേൾക്കുന്നവരോടും പറയാനുള്ള കാര്യം, നമ്മളെല്ലാവരും മറ്റുള്ളവർ നമ്മൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഗുഡ് ബോയ് ആൻഡ് ഗുഡ് ഗേൾ സിൻഡ്രോം അല്ലേ, അങ്ങനെ നമ്മൾ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് പെടാപ്പാട് വിടും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ക്ഷീണിച്ചു പോകും അല്ലേ. നമ്മൾ ചില വീട്ടിൽ നിന്നൊക്കെയുള്ള പ്രഷറാണല്ലേ. നമ്മളിപ്പം ഒരു നമ്മളെ പാരൻസൊക്കെ ഇങ്ങനെ നടക്കണം, ഇല്ലെങ്കിൽ സമൂഹം നിന്നെ പറ്റി ഇങ്ങനെയാ പറയാ, ഇങ്ങനെയാണ്. പ്രത്യേകിച്ചും പെൺകുട്ടികളാകുമ്പോൾ പറയും പതിയെ സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണം ആയിക്കോട്ടെ. ഇനിയിപ്പം നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യങ്ങൾ നമ്മുടെ അഭിപ്രായമായിട്ട് ആരെങ്കിലും നീ ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ അതിന് തിരിച്ച് മറുപടി പറയാൻ പറ്റില്ല. ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇതൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് വേണ്ടി മനസ്സിലാക്കി നമ്മൾ ജീവിക്കണം. ആ രീതിയിൽ നമ്മൾ ജീവിക്കുക എന്നുള്ള രീതിയിലൊക്കെ ആണല്ലേ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. നമ്മളെല്ലാവർക്കും അത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. എല്ലാവർക്കും നിങ്ങളെ മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു തീരുമാനം എടുക്കുക. നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളെ കാര്യമാണ്. അത് മനസ്സിലാക്കുക. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു പോകും. മറ്റുള്ളവർ, നമുക്ക് ചുറ്റും കാണുന്ന ആൾക്കാർ നമ്മൾ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ അവർക്കൊക്കെ കാണുന്ന രീതിയിൽ ഞാൻ ആയി മാറണം, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള സ്റ്റാറ്റസിലായിരിക്കണം ഞാൻ നിൽക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ജീവിക്കുകയാണെങ്കിൽ അതിനേ നേരം കാണുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, അപ്പോൾ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇഷ്ടപ്പെടുന്ന ഒരു കരിയർ എന്ന് പറഞ്ഞാൽ ആക്ടിങ് ആണെങ്കിൽ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരും അല്ലേ. വരും. ഒബ്വിയസ്ലി, തീർച്ചയായിട്ടും എല്ലാവരുടെ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് വരും. കുട്ടിക്ക് അതിനെ പേടിച്ച് ചെയ്യാത്ത എത്രയോ കുട്ടികളുണ്ടല്ലേ. അങ്ങനെ ഒരുപാട് കരിയേഴ്സ് കേട്ടോ, ഈ ഒരു കരിയർ മാത്രമല്ല. പണ്ട് എനിക്ക് തോന്നുന്നു ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ നമ്മളൊക്കെ ഉള്ള സമയത്ത് ഇതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ജോലിയായിട്ടൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാനൊക്കെ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഫാഷൻ ഡിസൈനിങ്. എൻ്റെ വീട്ടിൽ അങ്ങനെ കുഴപ്പമില്ല, പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ടാണ് പഠിക്കാഞ്ഞത്. പക്ഷേ ആ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്നത്. അപ്പം നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കേണ്ട ആവശ്യമില്ല. എന്നെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. നീ എങ്ങനെയാണോ അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുക. നമ്മളിൽ സത്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ സമൂഹത്തിന് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിനെ മറികടക്കാതെ നമ്മൾ ആ ഒരു ലെവലിൽ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മറ്റുള്ളവരെ, ഇപ്പം നല്ലത് ചിന്തിക്കുന്ന വ്യക്തി ഉണ്ടാവും, ചീത്ത ചിന്തിക്കുന്ന വ്യക്തികളുണ്ടാവും. ഇവർ നമുക്ക് തിരുത്താൻ പറ്റില്ല. ഈ ഒരു കാര്യം റിയലൈസ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ തീരുമാനങ്ങൾ ഞാൻ എടുക്കും. മറ്റുള്ളവർ എന്നെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് അറിയേണ്ട ആവശ്യമില്ല. പിന്നത്തെ ഒരു കാര്യം, കാലം നമ്മൾ തെളിയിക്കും കേട്ടോ. നമ്മുടെ പ്രവൃത്തികൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ പറയും അഹങ്കാരിയാണ് ആ പെണ്ണ് എന്നുള്ളത്. കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ മെച്യൂർഡായി, നമ്മളൊരു കരിയറിലെത്തി, നമ്മൾ ലൈഫിലേക്ക് നമ്മൾ സ്മൂത്ത് ആയിട്ട് പോകും, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു. ഇതൊക്കെ കഴിയുമ്പോൾ പറയും അവള് ഭയങ്കര ബോൾഡാണ്, എന്താ അവൾ ഈ ഒരു ചെറിയ പ്രായത്തിലെല്ലാം നേടിയെടുത്തു, ഇങ്ങനെ തന്നെ പറയും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. അപ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കാൻ, നമ്മൾ എന്താണ് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെടാപ്പാട് പെടേണ്ട ആവശ്യമില്ല. എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനോടൊപ്പം ജീവിക്കാനും അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനും ശ്രമിക്കുക. കാലം തീർച്ചയായിട്ടും നിങ്ങളിൽ സത്യം ഉണ്ടെങ്കിൽ അത് ഈ റോങ് പറഞ്ഞ ആൾക്കാരുടെ വായുകൊണ്ട് തന്നെ നല്ലത് പറയും കേട്ടോ. നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ നിങ്ങളുടെ ലൈഫിന് ഒരു ശിക്ഷയായി എടുക്കാതെ ഒരു പാഠമായി എടുക്കാൻ വേണ്ടി ശീലിക്കാം. ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പലപ്പോഴും നമ്മളെല്ലാവരും എന്തെങ്കിലും പ്രശ്നം ഇന്ന് വരുമ്പോൾ ആ പ്രശ്നത്തിൽ ഇരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കാന്നറിയോ, നിങ്ങൾക്ക് ബാക്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടുണ്ടാവും. അവിടേക്ക് നമ്മൾ വീണു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ ഒരുപാട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ ഇപ്പോൾ ചിന്തിച്ച് നമ്മൾ കാര്യമല്ലേ, പ്രയാസപ്പെടും അല്ലേ. ജീവിതത്തിൽ അന്നുണ്ടായ ഒരു തോൽവി ഉണ്ടല്ലോ, ആ തോൽവി ഒക്കെ മറികടന്നിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്, ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു തോൽവി വരുമ്പോൾ അന്നേ ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ചിന്തിക്കേണ്ട ആവശ്യമില്ല. പാസ്റ്റ് ആണ്, അത് മനസ്സിലാക്കുക. പലരും സ്റ്റക്കായി പോകാൻ പറയോ, ചില ആൾക്കാർ വളരെയധികം ഡിപ്രസ്ഡ് ആവുന്നതും അവരുടെ ലൈഫിൽ ഒരുപാട് സ്ട്രെസ്സും ഇഷ്യൂസും വരുന്നത് എന്താണെന്നറിയോ,
അവരുടെ ജീവിതത്തിൽ മുമ്പേ നടത്തിയ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് വളരെ ലോലാണ് ചില ആൾക്കാരുടെ. അത് ഓരോരുത്തർക്കും ഓരോ സ്റ്റേജ് ആയിരിക്കും. ചില ആൾക്കാർക്ക് കുറച്ച് ബോൾഡ് ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ചൈൽഡ്ഹുഡിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ട്രോമാസ് ഉണ്ടായിട്ടുണ്ടാവും. അന്നൊന്നും ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ട്, സ്കൂളുകളിലൊക്കെ എൻ്റെ മോളൊക്കെ കുറച്ചൊരു ആൻസൈറ്റി, കുറച്ചൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ചിന്തിച്ച് കൂട്ടുന്ന ഒരു കുട്ടി. എന്താ ടീച്ചർ പറയുമോ, ടീച്ചർ നാളെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ കുറച്ച് നേരത്തോടെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ബോധേഡാവുന്നതാണ്. അപ്പം അപ്പോൾ ചൈൽഡ്ഹുഡിലെ ഒരു കുഞ്ഞിനെ ഇപ്പം എൻ്റെ മക്കളെ നോക്കി കാണുമ്പോഴാണ് എൻ്റെ പാസ്റ്റ് ലൈഫും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു കുഞ്ഞു പ്രായത്തിലൊരു കുട്ടി അനുഭവിക്കുന്ന സ്ട്രെസ്സുകളൊക്കെ എന്തൊക്കെയാ അല്ലേ. പക്ഷെ അതിനെയൊന്നും നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ ആരും ട്രീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ ആരും ചെക്ക് ചെയ്യുന്നില്ല. ഒരു കുട്ടിയുടെ കരിക്കുലത്തിൽ അവർ അക്കാദമിക്കിൽ അവരെങ്ങനെയാണ് അതിനെ നോക്കിക്കണ്ട് ടീച്ചർക്കാണെങ്കിലും പാരൻസിനാണെങ്കിലും ഭയങ്കര ബോധമാണ്. പക്ഷെ കുട്ടിയുടെ മനസ്സ് എത്രത്തോളം ഒരു കാര്യത്തിൽ വിഷമിക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട് എന്ന് ചിന്തിക്കാൻ പലർക്കും പറ്റുന്നില്ല അല്ലേ. ഇന്നും അതിൽ ഡെവലപ്പ് ആയിട്ടില്ല നമ്മുടെ സമൂഹം. സോ നമുക്കിങ്ങനെ കുറേ പാസ്റ്റ് ഉണ്ടാവും, നമ്മൾ ചെറിയ ചൈൽഡ്ഹുഡ് അനുസരിച്ചിട്ടുള്ള ട്രോമാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്നൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാം ഈ ബാക്കിലേക്ക് ഇങ്ങനെ ചിന്തിക്കും. ഒന്ന് മനസ്സിലാക്കുക, ബാക്കിൽ ഈ പെയിനൊക്കെ ഉണ്ടായിരുന്നു, അത് സത്യമാണ്. പക്ഷെ ഇതൊക്കെ കടന്ന് നിങ്ങൾ ഇത്രയും ബ്രേവ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിലുള്ള കാര്യങ്ങളെയൊക്കെ ഹീൽ ചെയ്യാൻ പഠിക്കുക. അതൊന്നും നമ്മുടെ ലൈഫിലേക്ക് ഇനി വേണ്ട, അതൊക്കെ പാസ്റ്റ് ആണെന്നും ഇനി അങ്ങോട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരു പാഠമാക്കി എടുക്കുക. നമ്മളിപ്പോൾ ബാക്കിലേക്ക് ചിന്തിക്കും, അയ്യോ എനിക്ക് അന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നല്ല, അന്ന് എനിക്ക് ഇങ്ങനെ ഉണ്ടായപ്പോൾ ഞാൻ എന്തായാലും അത് തരണം ചെയ്ത് ഇവിടെ എത്തിയല്ലേ. അങ്ങനെ ചിന്തിച്ചിട്ട് ഈ ഒരു പ്രോബ്ലത്തെയും കൂടെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശീലിച്ചു. അങ്ങനെ ഓരോരുത്തരും ശീലിക്കുക. പലപ്പോഴും പലരും സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയി പോകുന്നത് അതുകൊണ്ടാണ്. നമ്മളെ എല്ലാ പെയിനും നമ്മളിങ്ങനെ കൂട്ടി 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 വെച്ചിട്ട് പിന്നീട് നമുക്കൊരു പെയിൻ വരുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ ഓരോന്നിനും ഹീൽ ചെയ്യണം. അതിൽ നിന്നൊരു പാഠത്തിനെ മാത്രം എടുത്ത് വെക്കുക, ബാക്കി കാര്യങ്ങൾ അവിടെ ഹീൽ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതവിടെ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. അതിൽ നിന്ന് ഞാനൊരു മോറൽ പഠിച്ചു. നമ്മൾ സ്റ്റോറി കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കില്ലേ, ഒരു സ്റ്റോറി പറഞ്ഞിട്ട് ആ സ്റ്റോറിയേക്കാൾ ഇമ്പോർട്ടൻ്റ് അതിന് പഠിച്ച മോറലാണ്. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ എന്തുണ്ടായിട്ടുണ്ടോ അത് നിങ്ങളൊരു മോറൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഒരു പാഠം പഠിച്ചിട്ടുണ്ടാവില്ലേ, ആ പാഠത്തിനെ മാത്രം എടുത്ത് വെക്കുക. അത് നിങ്ങളെ നാളത്തെ പ്രശ്നങ്ങൾക്ക് ഉതകുന്ന ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ ശീലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു. അതുപോലെ നിങ്ങളും തീരുമാനിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ വേഗത ഞാൻ തന്നെ തീരുമാനിക്കുക എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തു. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും എനിക്ക് പ്രഷർ ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ പാരൻസിൻ്റെ ഭാഗത്താണെങ്കിൽ തന്നെ ഇപ്പോൾ കുറച്ച് വർഷമായി ഇരിക്കുന്നത് ഒരു കരിയർ എടുക്കടാ, അല്ലെങ്കിൽ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്കൊരു തോട്ട് പ്രോസസ്സിംഗ് ഉണ്ട്. ഞാൻ ആദ്യത്തെ കാര്യത്തിൽ പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇമ്പോർട്ടൻസ്, ഫാമിലി, അതിനുശേഷം എൻ്റെ കരിയർ. അപ്പോൾ ഞാനൊരു ടൈം എടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അത് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആട്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എന്താണ് എൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്നുള്ളതിനുള്ള കാര്യം നമ്മളാണ് ചൂസ് ചെയ്യുന്നത്. അത് ഞാൻ വേഗത കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്പീഡിൽ ഹറിബറിയിൽ എല്ലാ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാതെ എൻ്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഞാൻ സമയങ്ങളെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. ചില ആൾക്കാരുണ്ടല്ലോ, എൻ്റെ കൂടെ പഠിച്ച് അവർ അവിടെ എത്തി, അതിന് വേണ്ടിയിട്ട് ഹറിബറി ആയിട്ട് ചെയ്യും. നമ്മൾ ഈ സമയത്തിനൊരു മൂല്യമുണ്ട് കേട്ടോ, ഒരു വാല്യൂ ഉണ്ട്. കാരണം നമ്മൾ ഹറിബറി ഓടിയത് കൊണ്ട് നമുക്കത് കിട്ടണമെന്നില്ല. പക്ഷെ പതുക്കെ ചെയ്തതുകൊണ്ട് നമ്മൾ ലേസി ആയി പോകാനും ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മളുടെ കരിയറിനെ മനസ്സിലാക്കി, നമ്മുടെ സ്കില്ലിനെ മനസ്സിലാക്കി, അതിന് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പോകുമ്പോഴുണ്ടല്ലോ, നമ്മളൊരു സാറ്റിസ്ഫൈഡ് ആയിരിക്കും, സ്ട്രെസ് ഫ്രീ ആയിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ നേട്ടങ്ങൾ നേടിയെടുക്കാനും പറ്റും. ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ വേഗതയ്ക്ക് ഞാൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാമിലി ആണെന്നുള്ളത്. രണ്ടാമത്തെ പ്രയോറിറ്റിയാണ് എൻ്റെ കരിയർ. ഞാൻ പതിയെ ഫാമിലിയോട് കൂടെ പതിയെ മെല്ലെ അത് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എനിക്കത് ഡെവലപ്പ് ചെയ്യാൻ ഉള്ള പ്ലാൻ ഉണ്ട്. അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. സമയം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും, ടൈം മാനേജ്മെന്റ് എന്നുള്ളത്. പക്ഷേ അത് എത്രമാത്രം ഒരു വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ കാര്യങ്ങളിൽ അവരുടെ പ്രയോറിറ്റി അനുസരിച്ചെന്ന് മനസ്സിലാക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കുക. വേഗതയ്ക്കൊരു വിഷ്വൽ അല്ലെങ്കിൽ വേഗതയ്ക്ക് ഒരു നിശ്ചയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുക, അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഫൈനലായിട്ട് ലാസ്റ്റായിട്ട് പറയാനുള്ള 5th പോയിന്റ് എന്ന് പറയുന്നത്, എൻ്റെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ജീവിതത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ വരും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടാകുമോ എന്നുള്ളൊരു തോന്നൽ വേണ്ടാന്നും, ജീവിതത്തിൽ എനിക്ക് ഞാനാണ് എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു തീരുമാനം എൻ്റെ ലൈഫിലേക്ക് വന്നു. കാരണം അറിയാം, നമ്മളൊക്കെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിന് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ആരെങ്കിലുമൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. തീർച്ചയായിട്ടും സപ്പോർട്ട് വേണം കേട്ടോ. നമുക്കൊന്ന് സംസാരിക്കാൻ, നമ്മളുടെ കൂടെ നമുക്ക് ചില്ല് ചെയ്യാൻ, നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനൊക്കെ നമുക്ക് എപ്പോഴും സപ്പോർട്ട് വേണം. പക്ഷെ നമ്മളെപ്പോഴും മെൻ്റൽ ഹെൽത്തിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച പെയിൻ എത്ര നമ്മൾ വേറൊരാളോട് പറഞ്ഞാലും അവർക്ക് അത്രയും ഇൻറ്റൻസീവിൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല. അതെനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് മാത്രമേ അത് ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എന്തെങ്കിലും ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ ഇന്നൊരു കരിയറിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഇന്നൊരു പ്ലാറ്റ്ഫോം വേണം, എനിക്ക് ഇങ്ങനൊരു പാഷൻ ഉണ്ട്, ഇത് ഞാൻ ആഗ്രഹിച്ചിട്ട് അത് വേറൊരു വ്യക്തിയോട് പറഞ്ഞ് അവരുടെ ഒരു സപ്പോർട്ട് വേണമെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് നീ എത്രത്തോളം അതിനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള പ്രാപ്തിയില്ല.
അത് നിനക്ക് മാത്രമാണ്. ആ ഒരു റിയാലിറ്റി നിങ്ങളിൽ ഉണ്ടാവണം. എൻ്റെ ലൈഫിൻ്റെ ഉള്ളിലുള്ള പെയിൻ ആണെങ്കിലും ആഗ്രഹങ്ങളാണെങ്കിലും ഗോൾസ് ആണെങ്കിലും എല്ലാം അത് എൻ്റേതാണ്. അത് നേടിയെടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. അങ്ങനെ മനസ്സിലാക്കി തുടങ്ങി. അപ്പം എനിക്കൊരു തീരുമാനം ഞാൻ എടുത്തു. എനിക്കൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കരിയറിന് വേണ്ടി എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഞാനായിട്ടൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഞാൻ തന്നെ എടുക്കണം. അത് ഞാൻ തന്നെയാണ് ഇറങ്ങിത്തിരിക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ തന്നെയാണ് ഇപ്പം ഞാനും ഫാമിലി ലൈഫിനെ പറ്റി പറയാം. ഞാനും ഹസ്ബൻഡ് തമ്മിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. അതിനെപ്പറ്റി പറയാറുണ്ട്. അല്ലാതെ അദ്ദേഹം എന്തെങ്കിലും ചെയ്യട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ ചിന്തിക്കാറില്ല. അത് ചിന്തിച്ചിട്ട് കാര്യമില്ല. എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ തന്നെയാണ് പറയേണ്ടത്. അത് ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അങ്ങനെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയിട്ടും ആരെങ്കിലും ഒരു സപ്പോർട്ടീവ് തന്നെ വേണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോലും ഒരാൾ വേണം. ഇല്ലെങ്കിൽ അത് വേണ്ട. അതിനിപ്പോൾ എത്ര നല്ല കാര്യമാണെങ്കിൽ പോലും ഒരു സപ്പോർട്ട് ഇല്ലാതെ എന്നെക്കൊണ്ട് പറ്റില്ല. അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരുന്നു. അതിൽ നിന്ന് മാറി എൻ്റെ തീരുമാനങ്ങൾ എൻ്റെതാണെന്നും അതിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണം. ഞാനല്ലാതെ ആർക്കും അതിനെ കൂടുതലായിട്ട് അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല എന്നും കൂടെ മനസ്സിലായിട്ട് മുമ്പോട്ട് ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ എടുക്കാനും മറ്റൊരാൾ നമുക്ക് സപ്പോർട്ടീവായിട്ട് എപ്പോഴും വേണം. നമുക്കൊരാളുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ, നമുക്ക് ചില്ലടിക്കാൻ, ഹാപ്പി ആയിട്ട് പോകാൻ, നമുക്കൊരു ഫാമിലിയും നമുക്കൊരുപാട് ചുറ്റും ആൾക്കാരുണ്ടാകുന്നത് ഫിസിക്കലി ആൻഡ് മെൻ്റലി നമ്മൾ ഒരുപാട് സ്ട്രോങ് ആക്കും. പക്ഷേ എൻ്റെ ഉള്ളിൽ എത്രത്തോളം അതിനോട് ആഗ്രഹം അല്ലെങ്കിൽ എത്രത്തോളം ആ പെയിൻ ആഴമുണ്ടോ എന്നുള്ളത് അത് എനിക്കേ തിരിയൂ. അത് മറ്റുള്ളവർക്ക് തിരിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ ഹീൽ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ എനിക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ആ ഒരു പാത്തിൽ ഞാൻ ആകണമെന്ന് തീരുമാനിച്ച് ഞാൻ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനം കൂടി എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തീരുമാനങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ എന്നെ കേൾക്കുന്ന ആൾക്കാരുടെ ലൈഫിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ സഹായിക്കുന്ന പോയിന്റ്സ് ആണ് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ക്ലാസ്സുകളിലാണെങ്കിലും സെക്ഷനിലാണെങ്കിലും ഞാൻ മറ്റുള്ളവർക്ക് ഇത് പകരാൻ കൂടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്.